ഗുഡ് ഈവനിങ് സുഹൃത്തുക്കളെ, ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് പുതിയ ഒരു അപ്ഡേഷനും അതുപോലെ നിങ്ങൾക്ക് നമ്മുടെ സേവ് ആപ്പ് എങ്ങനെയൊക്കെ ക്രോമിലൂടെ കയറി ഡൗൺലോഡ് ചെയ്യാം, നിങ്ങൾക്ക് നമ്മുടെ ബിസിനസ് പ്ലാനും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാം എന്നൊക്കെയുള്ള ഒരു ലൈവ് വീഡിയോ ആയിട്ടാണ്. നിങ്ങളെല്ലാവരും എൻ്റെ ഈ ഒരു വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക. ഞാനെന്നാൽ തുടങ്ങുകയാണ്. നമ്മൾ ആദ്യമായിട്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് വിചാരിച്ചാൽ, നമുക്കെല്ലാവർക്കും അറിയാം, ക്രോമിലൂടെ നിങ്ങളുടെ സൈറ്റ് എടുക്കാൻ MySave.in എന്ന സൈറ്റിലേക്ക് നിങ്ങൾ ഓപ്പൺ ചെയ്യുന്നു. നമ്മുടെ മൊബൈൽ നെറ്റൊക്കെ ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ സേവ് ആപ്പ് എൻ്റെ ഒരു സൈറ്റ് അവിടെ ഓപ്പൺ ആവും. അവിടെ ഓപ്പൺ ആയിക്കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ പാസ്വേഡ്, നിങ്ങളുടെ ID നമ്പറോ അല്ലെ എന്താണ് നിങ്ങൾ കൊടുത്തത് ആ IDയും കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും. അതായത് നിങ്ങൾ ഇപ്പോൾ കാണുന്ന രീതിയിൽ മൈ പേഴ്സണൽ ആപ്പിൻ്റെ ആ ഒരു ലോഗിൻ ഭാഗത്തേക്ക് നിങ്ങൾ എത്തി. അപ്പോൾ ലോഗിൻ ചെയ്യാൻ വേണ്ടി നിങ്ങളവിടെ നിങ്ങളുടെ മൊബൈൽ നമ്പറോ പാസ്വേഡോ കൊടുത്തുകൊണ്ട് നിങ്ങളവിടെ ഓപ്പൺ ചെയ്യുന്നു. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ ഡാഷ്ബോർഡ് കാണാൻ പറ്റും. ഇത് ആക്ടിവേറ്റ് ചെയ്ത ഒരു മെമ്പർ ആയതുകൊണ്ട് ഇങ്ങനെയാണ് കാണിക്കുക. പുതിയ ആക്ടിവേറ്റ് ചെയ്യാത്തവർക്ക് അവിടെ വേറെയാണ്. ഇത് നിങ്ങൾക്ക് ഇങ്ങനെ ആ സൈഡിലുള്ള 3 വരയിൽ ടച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഹൗ ടു മാർക്കറ്റ്, അതുപോലെ ഈ ഒരു ഡാഷ്ബോർഡ് എങ്ങനെ ഇതിലേക്ക് കടക്കാം എന്നുള്ള ഭാഗങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിച്ച് വായിച്ച് നോക്കിക്കൊണ്ട് നിങ്ങൾക്ക് ഓരോ ഘട്ടങ്ങളിലേക്കും നിങ്ങൾക്ക് ഓരോന്ന് ഓപ്പൺ ചെയ്ത് നോക്കിക്കൊണ്ട് മനസ്സിലാക്കിക്കൊണ്ട് പോകാൻ സാധിക്കും. അങ്ങനെ നിങ്ങൾ പോയി കഴിഞ്ഞാൽ നമ്മുടെ ഡാഷ്ബോർഡിൽ ട്രോൾ ചെയ്തുകൊണ്ട് താഴോട്ട് പോകുമ്പോൾ ഇങ്ങനെ താഴോട്ട് പോകുമ്പോൾ നിങ്ങളിവിടെ നിങ്ങളുടെ അക്കൗണ്ടിൻ്റെ പേര്, ഡീറ്റെയിൽസ്, പ്രൊഫൈലൊക്കെ നിങ്ങൾ ചെക്ക് ചെയ്യുക. ക്ലിയർ ആണോ, ബാങ്കിലൊക്കെ പൈസയൊക്കെ വന്നിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ സാധിക്കും. അതും നിങ്ങൾക്ക് ആ സൈഡിലുള്ള 4 വരയിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എഡിറ്റ് പ്രൊഫൈലിൽ കയറി നിങ്ങളുടെ ആധാർ കാർഡ്, പാൻ കാർഡൊക്കെ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാം. അത് അപ്രൂവ് ആയോ എന്ന് നോക്കാൻ പറ്റും. ഇനി നമുക്ക് ഇതിനെ മെല്ലെ ട്രോൾ ചെയ്തുകൊണ്ട് താഴോട്ട് പോയി കഴിഞ്ഞാൽ ട്രോൾ ചെയ്ത് താഴോട്ട് പോയി അതിൻ്റെ അടിയിൽ ഇവിടെ ഒരു മൈ വാലറ്റ് എന്ന ബ്ലൂ കാണാം. ആ ബ്ലൂവിൽ ടച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അവിടെ വാലറ്റിൽ നമുക്ക് എത്ര പോയിൻ്റാണോ ലഭിച്ചത് അത് അവിടെ കാണിക്കും. നിങ്ങൾ ഫ്രീ ഡൗൺലോഡിങ് ഓപ്പർച്യൂണിറ്റി ഉപയോഗപ്പെടുത്തുന്നവർക്ക് ഇവിടെ പോയിൻ്റ് അങ്ങനെ കയറി വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അങ്ങനെ കയറുന്ന ആ പോയിൻ്റുകളൊക്കെ സേവിങ് ആയിട്ട് സേവ് കാർട്ട് ഇന്നിലൂടെ നിങ്ങൾക്ക് പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുമ്പോൾ അത് ഇൻ ക്യാഷ് ചെയ്യാൻ സാധിക്കും. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ ഷെയർ ലിങ്ക് ലഭിക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ താഴോട്ട് ട്രോൾ ചെയ്ത് പോയപ്പോൾ ഇതുപോലെ ഫേസ്ബുക്ക്, വാട്സപ്പ്, ഏത് സോഷ്യൽ മീഡിയാസിലൂടെ വേണം നിങ്ങളെ ലിങ്ക് ഷെയർ ചെയ്യണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഇങ്ങനെ ഷെയർ ചെയ്ത് നോക്കാം. ഫേസ്ബുക്കിലാണെങ്കിൽ ഫേസ്ബുക്കിൽ, അല്ല വാട്സപ്പിലേക്കാണെങ്കിൽ വാട്സപ്പിലേക്ക് അത് ഓട്ടോമാറ്റിക്കായിട്ട് അത് നിങ്ങളുടെ ലിങ്ക് അവർക്ക് ആർക്കാണോ കൊടുക്കേണ്ടത് അവർക്ക് എത്തിച്ചു കൊടുക്കാൻ സാധിക്കും. ആ ലിങ്കിലൂടെ വരുന്നവരൊക്കെ നിങ്ങളുടെ ബിസിനസ് പാർട്ട്ണറായി മാറും. അതിൻ്റെ ബെനിഫിറ്റ് നിങ്ങൾക്കാണ് ലഭിക്കുക. അതാണ് നിങ്ങളുടെ സ്വന്തം ലിങ്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് പഠിക്കേണ്ടത്, അത്യാവശ്യമാണ്. നിങ്ങളുടെ സ്വന്തം ലിങ്ക് ഷെയർ ചെയ്തുകൊണ്ട് ഇങ്ങനെ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് വാട്സപ്പിലൂടെയും ഫേസ്ബുക്കിലൂടെ ഒക്കെ നിങ്ങൾക്ക് ഈ ഒരു ലിങ്ക് സോഷ്യൽ മീഡിയാസിലൂടെ നല്ല രീതിയിൽ ക്രിയേറ്റ് ചെയ്യാം. ഇനി ഒരു വെബ് കാർഡ് ഉണ്ട്, ആ വെബ് കാർഡ് ആണെങ്കിൽ നിങ്ങളതും ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ കമ്പനി എന്താണെന്നും നിങ്ങളുടെ വണ്ടർമാക്സ് എന്താണെന്നും നിങ്ങളുടെ ഡീറ്റെയിൽസ്, നിങ്ങളുടെ ലിങ്ക്, വണ്ടർമാക്സ് കമ്പനിയുടെ ഫുൾ പ്രൊഫൈല് എല്ലാം, വീഡിയോസ്, അതുപോലെ നിങ്ങളുടെ സ്വന്തം ലിങ്കാണ് ഈ കാണിക്കുന്നത്. അതിന് പുറമെ നമ്മുടെ കമ്പനിയുടെ പ്രൊഡക്റ്റ് എന്താണെന്നും നമ്മുടെ കമ്പനി എന്താണെന്നുമുള്ള എല്ലാ ഡീറ്റെയിൽസും ഈ വെബ് കാർഡിലുണ്ട്. ഇതും നിങ്ങൾ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ, സോഷ്യൽ മീഡിയാസിലൂടെ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ വീഡിയോസ് ഉണ്ട്. നമ്മുടെ കമ്പനിയുടെ വണ്ടർമാക്സ് എന്താണെന്നും അതിൻ്റെ പ്ലാനും കാര്യങ്ങളൊക്കെ പറയുന്ന വീഡിയോസ് ഉണ്ട്. നമ്മുടെ പ്ലാൻ പ്രസൻറ്റേഷൻ്റെ പ്രൊഫൈല്, അതായത് PDF ഫയലുകളുണ്ട്. അങ്ങനെ എല്ലാം ഇതിൽ അടങ്ങിയിട്ടുണ്ട്. എല്ലാം നിങ്ങൾക്ക് നിങ്ങളുടെ കസ്റ്റമർക്ക് അറിയിച്ചു കൊടുക്കാൻ സാധിക്കും ഈ ഒരു ഡിജിറ്റൽ വെബ് കാർഡ് നിങ്ങൾ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ. ഇങ്ങനെ ഷെയർ ചെയ്യുന്ന സമയത്ത് അവർക്ക് അവിടെ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിലായിട്ട് കമ്പനിയുടെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും.
ഇതുപോലെ വാട്സപ്പിലൂടെ നിങ്ങൾ അത് അവിടെ നിന്ന് എൻക്വയറി ചോദിക്കുമ്പോൾ ആ എൻക്വയറി നമ്മളെ വാട്സപ്പ് നമ്പറിലേക്ക് വരും. അപ്പോൾ നമ്മുടെ കസ്റ്റമർക്ക് നമുക്ക് കാര്യങ്ങൾ ഒന്നുകൂടി പറഞ്ഞു കൊടുക്കാനുള്ള അവസരം നമുക്ക് ലഭിക്കും. ഇനി നമുക്ക് എന്താണ് കൂടുതലായിട്ട് അറിയേണ്ടത്? ഇനി നമുക്ക് ക്രോമിൽ തിരിച്ചു വന്നു നമ്മളിത് അടുത്ത ലിങ്ക് ആർക്കാണോ ഷെയർ ചെയ്യേണ്ടത് അത് ലിങ്ക് ഷെയർ ചെയ്യാം. അങ്ങനെ നിങ്ങൾക്ക് അതിലൂടെ നിങ്ങൾക്ക് എഡിറ്റ് വേർഷൻ ഉണ്ട്. ഇതിൽ ഈ ഒരു വെബ് കാർഡിൽ എഡിറ്റായിട്ട് നിങ്ങളെന്താണോ ബിസിനസ് ഇപ്പോൾ ചെയ്യുന്നത് അതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ്, ഇപ്പം കമ്പനിയുടെ പ്രൊഫൈലും വീഡിയോസൊക്കെ കണ്ടില്ലേ, അതുപോലെ നിങ്ങളുടെ കമ്പനിയും നിങ്ങൾ ചെയ്യുന്ന ബിസിനസ്സിനെ പ്രൊമോട്ട് ചെയ്യാനുള്ള ഒരു ടൂളാണ് ഇവിടെ. ഇത് എഡിറ്റ് വേർഷനാണ്. നിങ്ങൾക്കെല്ലാം സേവ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഒറ്റ ക്ലിക്കിൽ നിങ്ങൾക്ക് വേൾഡ് വൈഡ് സോഷ്യൽ മീഡിയാസിലൂടെ 5 കളറിലായിട്ട് വെബ് കാർഡ് അയച്ചു കൊടുക്കാൻ പറ്റും. ലൈവാണ് അവിടെ. നിങ്ങളിപ്പോൾ എന്തൊക്കെ കാണിക്കുന്നു അതൊക്കെ അവിടെ കാണുന്ന കസ്റ്റമർക്കും അത് ലൈവായിട്ട് കാണിക്കാൻ സാധിക്കും. നിങ്ങളിതൊക്കെ അപ്ലോഡ് ചെയ്ത് സേവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ഓരോരുത്തർക്കും ഇതുപോലെ ഓരോ കസ്റ്റമർക്കും ഇത് ചെയ്ത് എങ്ങനെ കാണിക്കണം എന്നുള്ളത് കൂടി നിങ്ങൾ അവരെ പഠിപ്പിച്ചു കൊണ്ടുപോയാൽ നിങ്ങൾക്ക് നല്ലൊരു ബെനിഫിറ്റ് ഇതിലൂടെയും നേടിയെടുക്കാൻ പറ്റും. അങ്ങനെ നമ്മുടെ ഡാഷ്ബോർഡിലേക്ക് വന്നു. ഞാനിത് റിട്ടേൺ വന്നിരിക്കുകയാണ്. ഈ റിട്ടേൺ വന്ന് ഇനി നമ്മുടെ ആപ്ലിക്കേഷൻ എന്താണെന്ന് നിങ്ങൾക്കറിയാവുന്ന ആ ഒരു ഡൗൺലോഡ് ചെയ്തെടുത്ത അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ, ഈ അക്കൗണ്ടിങ് സോഫ്റ്റ്വെയറിൻ്റെ കൂടെ നമുക്കെല്ലാവർക്കും ഒരു സ്പെഷ്യലായിട്ടുള്ള ഒരു മൂമെൻ്റ് കൂടി ജനുവരി 15 കൂടി നമുക്ക് ലഭിക്കാൻ പോവുകയാണ്. നമ്മുടെ എയർടെൽ, ഐഡിയ, വോഡഫോൺ എല്ലാതരം മൊബൈലും നമ്മുടെ ഈ ഒരു ആപ്ലിക്കേഷനിലൂടെ റീചാർജ് ചെയ്യാൻ പറ്റും. ഈ റീചാർജ് ചെയ്യുന്ന സമയത്ത് നമുക്ക് പുതിയ ഫസ്റ്റ് റീചാർജിൽ ഒരു 99 രൂപ ഒരു റിവാർഡ്സ് ആയിട്ട് നമുക്ക് തരും കമ്പനി. ആ റിവാർഡ്സ് ഒറ്റ തവണ മാത്രമേ കിട്ടുകയുള്ളൂ. അതിനു പുറമെ നിങ്ങൾ ആരെയൊക്കെ നമ്മുടെ ഈ ഒരു സൈറ്റിലൂടെ, നമ്മുടെ ഈ ഒരു സേവ് ആപ്പിലൂടെ, നമ്മുടെ ഈ ഒരു ആപ്ലിക്കേഷനിലൂടെ റീചാർജ് ചെയ്യിക്കുന്നു അതിനോടനുബന്ധിച്ച് നിങ്ങൾക്ക് ഒരു 28-30 പൈസ വീതം നിങ്ങൾക്ക് നിങ്ങളുടെ അക്കൗണ്ടിൽ ഒരു സേവിങ് ആയി വരും. അങ്ങനെ 1000-ഓ 2000-ഓ ആളുകൾ നിങ്ങളുടെ കൂടെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തുകൊണ്ട് റീചാർജ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ എല്ലാം ബെനിഫിറ്റ് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ചെറിയ ഒരു പൈസയായിട്ട് അവിടെ കുന്നുകൂടി, അതായത് കുഞ്ഞിക്കുരുവോളമുള്ള ആ ഒരു സംഭവം അത് വലിയൊരു മല പോലെയായി, അത് വലിയൊരു പൈസയായി, വലിയൊരു ക്യാഷായിട്ട് അവിടെ മാറുകയും നിങ്ങൾക്കെല്ലാം അത് എൻജോയ് ചെയ്തുകൊണ്ട് നല്ല ഒരു 5 ലക്ഷത്തിൽ കൂടുതൽ നിങ്ങൾക്ക് അതിലൂടെ നേടിയെടുക്കാൻ കൂടി സാധിക്കും. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് സമർപ്പിച്ചുകൊണ്ട് നിങ്ങളെല്ലാവരെയും സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഇന്ന് ഇവിടെ സ്റ്റോപ്പ് ചെയ്യുകയാണ്. വിഷ് യു ഓൾ ദി ബെസ്റ്റ്.